ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലെക്ചേഴ്സ് ഓൺ ലോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലീയുടെ നോട്ടിഫിക്കേഷന് വേണ്ടി നമ്മൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പൊ ക്ലീയുടെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവരും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല എങ്കിൽ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവർ ഉടനടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ക്ലീയുടെ പോർഷനിലെ ലീഗൽ ആറ്റിറ്റ്യൂഡ് ഏരിയയിലെ ലീഗൽ പാർട്ടിൽ നിന്ന് വരുന്ന ലോ ഓഫ് ക്രൈംസിലെ തിയറീസ് ഓഫ് പണിഷ്മെന്റ് എന്ന പോർഷനാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ലീഗൽ പാർട്ടിൽ നിന്നുള്ള 3 ക്ലാസ്സസ്, ലോ ഓഫ് ക്രൈംസിലെ 3 ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കാത്തവർ ആ വീഡിയോസ് പോയി കണ്ടു നോക്കുക. ഇനി ക്ലീയെ കുറിച്ച് ഡൗട്ട് ഉള്ളവർ, ക്ലീ 2024 LLB എക്സാമിനേഷൻ എൻട്രൻസ് ആർക്കൊക്കെയാണ് എഴുതാൻ സാധിക്കുന്നത്, അതിന്റെ എലിജിബിലിറ്റി എന്താ, ഫീസ് സ്ട്രക്ചർ എങ്ങനെയാ, ഇങ്ങനെയുള്ള മറ്റു കാര്യങ്ങളെല്ലാം അറിയേണ്ടവർക്ക് ക്ലീ 2024 എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പോയി കണ്ടു നോക്കാവുന്നതാണ്. അപ്പൊ നമുക്കറിയാം, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഏരിയ ലീഗൽ പാർട്ടിൽ നിന്നാണ് LLB എൻട്രൻസ് എക്സാമിനേഷന് 70ഓളം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് സ്കിപ്പ് ചെയ്യാതെ പഠിക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് തിയറീസ് ഓഫ് പണിഷ്മെന്റ് ആണ്. നമുക്കറിയാം, ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ, ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ എന്തെല്ലാം പണിഷ്മെന്റുകൾ കിട്ടും? പലതരത്തിലുള്ള പണിഷ്മെന്റുകൾ കിട്ടും. ഫൈൻ കിട്ടാം, അല്ലെങ്കിൽ നമുക്ക് തടവ് കിട്ടാം, അങ്ങനെ പല പണിഷ്മെന്റുകൾ കിട്ടാം. അപ്പൊ ആ പല പണിഷ്മെന്റുകൾ കിട്ടുന്നതിനെ സംബന്ധിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പണിഷ്മെന്റുകൾക്ക് വേണ്ടി കുറച്ച് തിയറീസ് ഉണ്ട്. തിയറീസ് ഓഫ് പണിഷ്മെന്റ് ആണ് നോക്കുന്നത്. പണിഷ്മെന്റുകളെ സംബന്ധിച്ച് മെയിൻ ആയിട്ട് 5 തിയറീസ് ആണ് ഉള്ളത്. 1 ഡിറ്ററന്റ് തിയറി, പ്രിവെന്റീവ് തിയറി, റിട്രിബ്യൂട്ടീവ് തിയറി 3, 4 റിഫോർമേറ്റീവ് തിയറി, 5 എക്സ്പിയേറ്ററി തിയറി. ഈ 5 തിയറീസും പറയുന്നത് പണിഷ്മെന്റ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്, പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റ് എന്താണെന്നാണ്. ഓരോ തിയറീസും ഓരോ ഒബ്ജക്റ്റും ഓരോ പർപ്പസും ആണ് പറയുന്നത്. പണിഷ്മെന്റ് കൊടുക്കുന്നതിന്റെ വ്യത്യസ്തമായ ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ പർപ്പസുകളാണ് പറയുന്നത്. എന്തിനാണ് ഒരാൾക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നത്, അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്നാണ് 5 തിയറീസും പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോ തിയറീസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. തിയറീസ് ഓഫ് പണിഷ്മെന്റിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഫസ്റ്റ് തിയറി ഡിറ്ററന്റ് തിയറിയാണ്. ഡിറ്ററന്റ് തിയറി ഓഫ് പണിഷ്മെന്റ് ആണ്. പണിഷ്മെന്റിനെ കുറിച്ച് പറയുന്ന ആദ്യത്തെ തിയറിയാണ് ഡിറ്ററന്റ് തിയറി എന്ന് പറയുന്നത്. ഡിറ്ററന്റ് തിയറിയിൽ പറയുന്നത് എന്താ, പണിഷ്മെന്റ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം, ഒരു വ്യക്തിക്ക്, ക്രൈം ചെയ്ത ഒരു ഒഫൻഡറിന് പണിഷ്മെന്റ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ റോങ് ഡുവറിന് പണിഷ്മെന്റ് കൊടുക്കുന്നത് വഴിയായി ഒരു എക്സാമ്പിൾ ആക്കുക. എക്സാമ്പിൾ ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മാതൃകയാക്കുക. അതായത് കുറ്റം ചെയ്ത ഒരു വ്യക്തിക്ക് പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ അതൊരു മാതൃകയായിട്ടാണ് കൊടുക്കുന്നത്. മാതൃകയായിട്ടെന്ന് പറഞ്ഞാൽ ആർക്കും മാതൃകയായിട്ടാ, സൊസൈറ്റിക്ക്. ബാക്കിയുള്ള ആളുകൾ ഉണ്ടല്ലോ, ഇതേപടി ക്രിമിനൽ ടെൻഡൻസീസ് ഉള്ള, ക്രൈം ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തികൾ ഉണ്ട് എങ്കിൽ അവർക്കൊരു പേടി ഉണ്ടാക്കുകയാണ് ഈ പണിഷ്മെന്റ് കൊടുക്കുന്നത് വഴിയായി ഉദ്ദേശിക്കുന്നത് എന്നാണ് ഡിറ്ററന്റ് തിയറി പറയുന്നത്. ഡിറ്ററന്റ് തിയറി പറയുന്നത് ഒരു ക്രൈം ചെയ്ത വ്യക്തിക്ക് പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അങ്ങനെ കൊടുക്കുന്ന പണിഷ്മെന്റ് ഒരു എക്സാമ്പിൾ ആയിരിക്കണം, ഒരു മാതൃകയായിരിക്കണം. അതുവഴിയായിട്ട് എന്ത് ചെയ്യണം, ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്യണം, ഒരു പേടി ക്രിയേറ്റ് ചെയ്യണം. ആരിൽ? ഇൻ ദ മൈൻഡ് ഓഫ് ദ ഒഫൻഡറിൽ മാത്രമല്ല, കുറ്റം ചെയ്ത ആളിൽ മാത്രമല്ല ഒരു പേടി ക്രിയേറ്റ് ചെയ്യണം. കുറ്റം ചെയ്ത ആളിൽ ഒരു പേടി വരും. എന്താണ്? പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ തന്നെ ഇനി ഇതേപടി കുറ്റം ചെയ്താൽ പണിഷ്മെന്റ് കിട്ടുമെന്ന്. അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളിലും, അതേഴ്സ്, ബാക്കിയുള്ള ആളുകളുടെ മനസ്സിലും ഒരു പേടി ക്രിയേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യില്ല, ഇതുപോലെയുള്ള ക്രൈം ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഉള്ളവരാണ് എങ്കിൽ അവർ ആ ക്രൈം ചെയ്യൽ നിന്നും പിൻവാങ്ങും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡിറ്ററന്റ് തിയറി പറയുന്ന ഇത്രയേ ഉള്ളൂ, ക്രൈമില് നമ്മൾ ഒരു വ്യക്തിക്ക് പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ അത് എന്തിന്റെ ബേസിസിലായിരിക്കണം, ഒരു എക്സാമ്പിൾ ആക്കാനായിട്ടുള്ള രീതിയിലായിരിക്കണം. അതായത് ഒരു മാതൃകയാക്കണം. എന്നാൽ മാത്രമേ അത് കണ്ടിട്ട് മറ്റുള്ള ആളുകളും, സൊസൈറ്റിയിലുള്ള മറ്റ് ക്രിമിനൽ ടെൻഡൻസീസ് ഉള്ള വ്യക്തികളും ആ ഒരു ഒഫൻസ് ചെയ്യാതിരിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാതൃകയായിട്ട് പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ ചെറിയ പണിഷ്മെന്റ് കൊടുത്താൽ മതിയാവുമോ? ചെറിയ പണിഷ്മെന്റ് കൊടുത്താൽ എല്ലാവരും വിചാരിക്കില്ലേ ഈ ഒരു കുറ്റം ചെയ്യുമ്പോൾ ഇത്രേ പണിഷ്മെന്റ് ഉള്ളൂ എന്ന്. അങ്ങനെയല്ല. അപ്പോൾ ഡിഫറെന്റ് തിയറി അനുസരിച്ച് കൊടുക്കുന്ന പണിഷ്മെന്റുകൾ എങ്ങനെയുള്ള പണിഷ്മെന്റാ? എക്സംപ്ലറി പണിഷ്മെന്റ്. എക്സംപ്ലറി പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വളരെ ഹാർഷ് ആയിട്ടുള്ള, വളരെ വലിയ പണിഷ്മെന്റുകളാണ് കൊടുക്കുന്നത്. ചെറിയ കുറ്റത്തിന് പോലും വലിയ പണിഷ്മെന്റുകളാണ് ഈ ഒരു ഡിറ്ററന്റ് തിയറി പ്രകാരം കൊടുക്കുന്നത്. അപ്പൊ അതായത് ചെറിയൊരു മൈനർ ഒഫൻസ് ചെയ്താൽ പോലും ആ വ്യക്തിക്ക് എന്ത് കിട്ടും? വലിയ പണിഷ്മെന്റ് കിട്ടും ഈ ഡിറ്ററന്റ് തിയറി പ്രകാരം. അതുവഴിയായിട്ട് ആ വ്യക്തിക്കും മറ്റു വ്യക്തികൾക്കും, സൊസൈറ്റിയിലുള്ള മറ്റു വ്യക്തികൾക്കും ഒരു പേടി മനസ്സിൽ ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു എക്സാമ്പിളിന്റെ രൂപേണയാണ് പണിഷ്മെന്റ് കൊടുക്കുന്നത് തെറ്റ് ചെയ്ത വ്യക്തിക്ക് എന്നാണ് ഡിറ്ററന്റ് തിയറി പറയുന്നത്. സപ്പോർട്ടേഴ്സ് ആരൊക്കെയാ? ഈ തിയറിയെ സപ്പോർട്ട് ചെയ്ത വക്താക്കൾ അല്ലെങ്കിൽ ഫിലോസഫേഴ്സ് എന്ന് പറയുന്നത് ബെന്തം, പ്ലാറ്റോ, ലോക്ക്. ബെന്തോം, പ്ലാറ്റോ, ലോക്ക് മുതലായവരാണ് ഫിലോസഫേഴ്സ്. ഈ പറയുന്ന ജൂറിസ്റ്റുകൾ ഈ ഡിറ്ററന്റ് തിയറി എന്ന് പറയുന്ന ആദ്യത്തെ തിയറി ഓഫ് പണിഷ്മെന്റ് എന്ന് പറയുന്നതിനെ സപ്പോർട്ട് ചെയ്ത വ്യക്തികൾ ഇവരെല്ലാം ആയിരുന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് തിയറി പറയുന്നത്. തിയറീസ് ഓഫ് പണിഷ്മെന്റിൽ രണ്ടാമത്തെ തിയറിയാണ് പ്രിവെന്റീവ് തിയറി എന്ന് പറയുന്നത്. പ്രിവെന്റീവ് തിയറി, പണിഷ്മെന്റ് കൊടുക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള രണ്ടാമത്തെ തിയറി പ്രിവെന്റീവ് തിയറി. പ്രിവെന്റ് ചെയ്യുക എന്ന് പറഞ്ഞ എന്താ? തടയുക.
ഒരാൾ ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്നും അനുവദിക്കാതിരിക്കുക അല്ലെങ്കിൽ അയാളെ തടയുക എന്നാണ് ആ വാക്കിന്റെ മീനിങ്. അപ്പൊ പ്രിവെന്റീവ് തിയറി ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ തിയറി വെച്ചുകൊണ്ട് പണിഷ്മെന്റിന്റെ ഉദ്ദേശം പറയുന്നത് ഒരു വ്യക്തിക്ക് ക്രൈം ചെയ്ത ഒരു വ്യക്തിക്ക്, ഒരു ഒഫൻസ് ചെയ്ത ഒരു വ്യക്തിക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അയാളെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അയാളെ ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിസേബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇനി ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുക, തടയുക. എന്തിനു വേണ്ടി? ദ ഒഫൻഡർ ഫ്രം കമ്മിറ്റിംഗ് ദ ഒഫൻസ് അഗെയിൻ. ഒരു കുറ്റം ചെയ്ത വ്യക്തി ആ കുറ്റം വീണ്ടും ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് അയാൾക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നത്, ശിക്ഷ കൊടുക്കുന്നത് എന്നാണ് പ്രിവെന്റീവ് തിയറി പ്രകാരം പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ലൈസൻസ് ഒക്കെ ക്യാൻസൽ ചെയ്യുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള ട്രാഫിക് റൂൾസ് ഒന്നും പാലിക്കാതെയാണ് ഒരാൾ വണ്ടി ഓടിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അയാളുടെ ലൈസൻസ് വരെ ക്യാൻസൽ ചെയ്തേക്കാം. അങ്ങനെ ക്യാൻസൽ ചെയ്യുന്നത് എന്താ? ഇനി വീണ്ടും അയാൾ എന്ത് ചെയ്യാതിരിക്കാൻ, ആ ഒരു ക്രൈം ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഒഫൻസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലൈസൻസ് അയാളുടെ ക്യാൻസൽ ചെയ്യുന്നത്. അത് എന്തിന്റെ ഭാഗമായിട്ടാ? ഒരു പ്രിവെന്റീവ് മെത്തേഡ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രിവെൻഷന്റെ ഭാഗമായി തടയാൻ വേണ്ടിയിട്ടാ. വീണ്ടും ആ വ്യക്തി തന്നെ ആ ഒഫൻസ് റിപ്പീറ്റ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു പ്രിവെന്റീവ് തിയറിയുടെ സപ്പോർട്ടേഴ്സ് ആണ്, അതിനെ സപ്പോർട്ട് ചെയ്ത ഫിലോസഫേഴ്സ് അല്ലെങ്കിൽ ജൂറിസ്റ്റ് ആണ് സാൽമണ്ട്, ഹോംസ് എന്ന് പറയുന്നവര്. സാൽമണ്ടും ഹോംസ് എല്ലാം ഈ ഒരു പ്രിവെന്റീവ് തിയറിനെ സപ്പോർട്ട് ചെയ്ത വ്യക്തികളായിരുന്നു. ഇതാണ് പ്രിവെന്റീവ് തിയറിയുടെ മീനിങ്. ഇനി നമ്മൾ നോക്കുന്നത് മൂന്നാമത്തെ തിയറിയാണ്. തിയറീസ് ഓഫ് പണിഷ്മെന്റിലെ മൂന്നാമത്തെ തിയറി ആയിരുന്നു ഇത് റിട്രിബ്യൂട്ടീവ് തിയറി. റിട്രിബ്യൂട്ടീവ് തിയറി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറ്റം ചെയ്താൽ അത് ചെയ്ത കുറ്റം എന്താണോ അതിന് തിരിച്ച് അത് തന്നെ പണിഷ്മെന്റ് കൊടുക്കുക. ഒരു കണ്ണെടുത്തവനാണെങ്കിൽ, ഒരാളുടെ കണ്ണെടുത്തവനാണെങ്കിൽ തിരിച്ച് അവന്റെ കണ്ണ് തന്നെ എടുക്കണം. ഒരാളുടെ ജീവൻ എടുത്തവനാണെങ്കിൽ തിരിച്ച് ആ വ്യക്തിക്ക് പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കേണ്ടത് അവന്റെയും ജീവൻ തന്നെ എടുക്കണം എന്നാ പറഞ്ഞത്. അതായത് ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള പണിഷ്മെന്റ് ആണ് റിട്രിബ്യൂട്ടീവ് തിയറി വഴിയായിട്ട് പറഞ്ഞത്. അതായത് ഈവിൾ ഷുഡ് ബി റിട്ടേൺഡ് ഫോർ ഈവിൾ. തിന്മ ചെയ്തവനെ തിന്മ കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? പണിഷ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് തിന്മയെ തിന്മ കൊണ്ട് തന്നെ എതിർക്കണം എന്ന് പറയില്ലേ, അതുപോലെ. അതായത് ഐ ഫോർ എൻ ഐ, ടൂത്ത് ഫോർ എ ടൂത്ത്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ലൈഫിന് ലൈഫ്. ജീവൻ എടുത്താൽ തിരിച്ചു ജീവൻ എടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വളരെ ഹാർഷ് ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കണം എന്നാ പറയുന്നത്. എന്താണോ ഇങ്ങോട്ട് വരുന്ന ഇഞ്ചുറി അതിനനുസരിച്ച് തിരിച്ച് അതുപോലെ തന്നെ പണിഷ്മെന്റ് കൊടുക്കണം എന്നാണ് റിട്രിബ്യൂട്ടീവ് തിയറി അനുസരിച്ച് പറയുന്നത്. അപ്പൊ റിട്രിബ്യൂട്ടീവ് തിയറി അനുസരിച്ച് പണിഷ്മെന്റ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? തിരിച്ച് എന്താണോ ഇങ്ങോട്ട് വരുന്നത് അതിന് തിരിച്ച് അതുപോലെ തന്നെ കൊടുക്കണം എന്നാണ് പറയുന്നത്. അതായത് കണ്ണെടുത്താൽ കണ്ണ് തിരിച്ച്, പല്ലെടുത്താൽ പല്ല് തിരിച്ച്, ജീവൻ എടുത്താൽ തിരിച്ച് ജീവൻ അതുപോലെ എടുക്കണം. അതായിരിക്കണം പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കേണ്ടത് എന്നാണ് റിട്രിബ്യൂട്ടീവ് തിയറി അനുസരിച്ച് പറയുന്നത്. ഈ തിയറി സപ്പോർട്ട് ചെയ്ത വ്യക്തികളാണ് പ്ലേറ്റോ, ഹിഗല്, ഇമ്മാനുവൽ കാന്റ്. ഇങ്ങനെയുള്ള വ്യക്തികളായിരുന്നു, ജൂറിസ്റ്റുകളായിരുന്നു റിട്രിബ്യൂട്ടീവ് തിയറി എന്ന് പറയുന്ന ആ ഒരു തിയറിയെ സപ്പോർട്ട് ചെയ്ത വക്താക്കള്. ഇനി നമ്മൾ നോക്കുന്നത് നാലാമത്തെ തിയറിയാണ്. തിയറീസ് ഓഫ് പണിഷ്മെന്റിൽ നാലാമത് പറയുന്ന തിയറിയാണ് റിഫോർമേറ്റീവ് തിയറി. റിഫോർമേറ്റീവ് തിയറി എന്ന് പറയുന്ന ആ വാക്കിൽ പറയുന്നുണ്ട് റിഫോം ചെയ്യുക. റിഫോം ചെയ്യുക എന്ന് പറയുന്നത് എന്താ? നന്നാക്കി എടുക്കുക. ആരെ നന്നാക്കി എടുക്കുക? കുറ്റം ചെയ്ത വ്യക്തിയെ, ആ ഒഫൻഡർ ആരാണോ ആ വ്യക്തിക്ക് നന്നാക്കി എടുക്കുക. അതായത് അയാളുടെ സ്വഭാവം നല്ല രീതിയിലാക്കി എടുക്കുക. അയാൾക്ക് ഇനി ഒരു പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, പുതിയൊരു ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഒരു അവസരം കൊടുക്കുക. അയാളുടെ ക്യാരക്ടറിൽ മാറ്റം വരുത്തി റിഫോം ചെയ്തെടുക്കുക, നല്ല രീതിയിലാക്കി എടുക്കുക. അതാണ് പണിഷ്മെന്റ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം, പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്നാണ് റിഫോർമേറ്റീവ് തിയറി പറയുന്നത്. അപ്പൊ റിഫോർമേറ്റീവ് തിയറി പ്രകാരം പറയുന്നത് ഒരാൾക്ക്, കുറ്റം ചെയ്ത ഒരു വ്യക്തിക്ക് പണിഷ്മെന്റ് കൊടുക്കുക, ശിക്ഷ കൊടുക്കുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താണെന്നാ? അയാളെ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടാ. അയാളെ മറ്റൊരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, അയാളുടെ ക്യാരക്ടർ നല്ല രീതിയിൽ ആക്കിയെടുക്കാൻ വേണ്ടി അയാൾക്ക് കൊടുക്കുന്നതായിരിക്കണം പണിഷ്മെന്റിന്റെ ഉദ്ദേശം എന്നാണ് പറയുന്നത്. അല്ലാതെ അയാൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അയാൾ ഈ പറയുന്ന ആ ഒഫൻസ് ചെയ്യുന്നതിൽ നിന്നും തടയാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റാളുകൾക്ക് അതൊരു മാതൃകയാക്കാനോ. നമ്മൾ ആദ്യം പറഞ്ഞ തിയറി പറഞ്ഞാൽ മറ്റാളുകളെ മാതൃകയാക്കണം എന്നല്ലേ. രണ്ടാമത് പറഞ്ഞ എന്താ? അയാളത് ചെയ്യുന്നത്, രണ്ടാമത്തെ വട്ടം അയാളത് ചെയ്യുന്നതിൽ നിന്നും അയാളെ പ്രിവെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്തത് കുറ്റം എന്താണോ, ഒരാളുടെ കണ്ണെടുത്തെങ്കിൽ തിരിച്ച് അതേപടി തന്നെ കണ്ണെടുക്കാനോ ഒന്നുമല്ല പണിഷ്മെന്റ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം. റിഫോർമേറ്റീവ് തിയറി പറയുന്നത് ഒരു വ്യക്തി കുറ്റം ചെയ്താൽ ആ ഒഫൻഡറിനെ മോറലി റിഫോം ചെയ്യുക, അവന്റെ ക്യാരക്ടർ നന്നാക്കി എടുക്കാനായിട്ട് ഒരു അവസരം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ വ്യക്തിക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നത് എന്നാണ് റിഫോർമേറ്റീവ് തിയറി പ്രകാരം പറയുന്നത്. പണിഷ്മെന്റ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം ആ വ്യക്തിയുടെ ക്യാരക്ടർ നന്നാക്കി റിഫോം ചെയ്തെടുത്ത് ആ വ്യക്തിയെ ഒരു നല്ല സിറ്റിസൺ ആക്കി, നല്ലൊരു പൗരനാക്കി മാറ്റുക, ഗുഡ് സിറ്റിസൺ ആക്കി മാറ്റുക. അതാണ് പണിഷ്മെന്റ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം, ലക്ഷ്യം അല്ലെങ്കിൽ പർപ്പസ് എന്നാണ് പറഞ്ഞത്. ക്രൈം എന്ന് പറയുന്ന ഒരു ഡിസീസ് ആയിട്ടാണ് റിഫോർമേറ്റീവ് തിയറി കണക്കാക്കുന്നത്. ക്രൈം ഒരു ഡിസീസ് ആയിട്ട് കണക്കാക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ? അതൊരു അസുഖമാണ്, ചികിത്സിച്ചാൽ മാറും. അതേപടി തന്നെ ഈ വ്യക്തിക്ക് ചെറിയ ചെറിയ പണിഷ്മെന്റുകൾ കൊടുത്താൽ അയാൾ ചെയ്ത കുറ്റം
മാറി അയാൾ നല്ലൊരു സിറ്റിസൺ ആയി മാറും, നല്ലൊരു പൗരനാവുകയും അയാൾക്ക് നല്ല രീതിയിൽ മറ്റൊരു പുതിയ ജീവിതം സ്റ്റാർട്ട് ചെയ്യാനായിട്ടും പറ്റും. അപ്പൊ റിഫോർമേറ്റീവ് തിയറിയാണ് ഇപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്ന തിയറിയിലും മൊത്തം 5 തിയറീസിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു തിയറി എന്ന് നോക്കുകയാണെങ്കിൽ റിഫോർമേറ്റീവ് തിയറി എടുക്കാം. ഈ റിഫോർമേറ്റീവ് തിയറിയാണ് നമ്മുടെ ഇവിടെ ഫോളോ ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് റിഫോർമേറ്റീവ് തിയറിയാണ്. കാരണം ഒരാൾ ഒരു കുറ്റം ചെയ്താൽ അയാൾക്ക് എന്ത് ചെയ്യും, വീണ്ടും നന്നാവാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് അയാൾക്ക് പരോള് കൊടുക്കും, അല്ലെങ്കിൽ മാപ്പ് അപേക്ഷിച്ച് അയാൾ വിടാറുണ്ട്, അല്ലെങ്കിൽ അയാൾ നല്ല സ്വഭാവം കാഴ്ചവെച്ചാൽ അയാളുടെ എന്ത് ചെയ്യും, ജയിൽവാസത്തിന്റെ സമയം കുറച്ചു കൊടുക്കും, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഈ പരോള് കൊടുക്കുന്നതും പ്രൊബേഷൻ കൊടുക്കുന്നതും അല്ലെങ്കിൽ പാഠം ചെയ്ത് ക്ഷമിച്ചു കൊടുക്കുന്നതും ഒക്കെ എന്താണ്, ഈ റിഫോർമേറ്റീവ് തിയറി പ്രകാരം പണിഷ്മെന്റ് കൊടുത്തതിന്റെ എക്സാമ്പിൾസ് ആണ്. റിഫോർമേറ്റീവ് തിയറി പ്രകാരം പണിഷ്മെന്റ് കൊടുത്തിട്ട് അത് കുറച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് പരോള് കൊടുത്തിട്ടുണ്ട്, പാഠം ചെയ്ത് ക്ഷമിച്ചു വിട്ടിട്ടുണ്ടെങ്കിലൊക്കെ അതിന്റെ അർത്ഥം എന്താ, അത് റിഫോർമേറ്റീവ് തിയറി പ്രകാരം കൊടുത്ത പണിഷ്മെന്റ് ആണ്. അതുകൊണ്ടാണ് റിഫോർമേറ്റീവ് തിയറി തന്നെ പറയുന്നത് ഒരു വ്യക്തിക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം അയാൾ നന്നാവാൻ വേണ്ടിയിട്ടാണ്, അയാൾക്ക് നല്ലൊരു ലൈഫ് ഇനി സ്റ്റാർട്ട് ചെയ്യണം, അയാൾക്ക് ബാധിച്ച ആ ഒരു അസുഖം എന്താണോ അത് മാറ്റിയെടുക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ അത് ഇന്ത്യയിൽ നമ്മുടെ ഇവിടെ റിഫോർമേറ്റീവ് തിയറിയാണ് ഫോളോ ചെയ്യുന്നത്. റിഫോർമേറ്റീവ് തിയറി ആണ് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാലും മുഴുവനായി നോക്കുമ്പോൾ അത് റിഫോർമേറ്റീവ് തിയറി അല്ല. അതിൽ ഒരു തരത്തില് പ്രിവെന്റീവ് തിയറി ഉണ്ട്. നമ്മളൊരു കുറ്റം ചെയ്താൽ നമ്മൾ ഇനി അത് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇപ്പൊ ഈ ലൈസൻസ് ക്യാൻസൽ ചെയ്യണ പോലെ തന്നെ അങ്ങനെ പ്രിവെൻഷൻ അതിന്റെ ഒരു ഭാഗമായി വരുന്നില്ലേ. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഡിറ്ററന്റ് ആയിട്ടുള്ള പണിഷ്മെന്റ്, ചില ഒഫൻസ് ചെയ്യുമ്പോൾ ഹാർഷ് ആയിട്ടുള്ള പണിഷ്മെന്റ് തരുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാത്തിന്റെയും കൂടി ഒരു മിക്സ് ആണ് ഇന്ത്യയിലെ ഫോം ഓഫ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. ഈ എല്ലാ തിയറിയുടെ ഒരു മിക്സ് ആണ്. എന്നാലും കൂടുതലും ഇന്ത്യയിൽ പണിഷ്മെന്റ് കൊടുക്കുന്നതെല്ലാം റിഫോർമേറ്റീവ് തിയറിയുടെ ഭാഗമായിട്ടാണ്. ഇതാണ് നമ്മുടെ 4ാമത്തെ തിയറി എന്ന് പറയുന്നത്. ഇനി 5 തിയറീസിൽ ലാസ്റ്റ് തിയറി ആയിട്ട് 5ാമത്തെ തിയറി ആയിട്ട് നമ്മൾ പറയുന്നതാണ് എക്സ്പിയേറ്ററി തിയറി. എക്സ്പിയേറ്ററി തിയറി എന്ന് പറഞ്ഞാൽ കോമ്പൻസേഷൻ വിക്ടിമിന് കൊടുക്കുക. അതാണ് ഈ ഒരു തിയറിയുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. പണിഷ്മെന്റ് കൊടുക്കുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് ആയിട്ട് എക്സ്പിയേറ്ററി തിയറി പറയുന്നത്. ഈ തിയറി പ്രകാരം പണിഷ്മെന്റ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താ, അതിൽ ആരാണോ ഇരയായത് അല്ലെങ്കിൽ ആരാണോ അനുഭവിക്കപ്പെട്ട വ്യക്തിയായത്, ആർക്കാണോ ആ ഒരു ഇഞ്ചുറി അനുഭവിക്കപ്പെട്ടത് അല്ലെങ്കിൽ ആരാണോ അതിന്റെ ഇരയായി മാറിയത്, ആ ഒരു ക്രൈം നടന്നപ്പോൾ ആ വ്യക്തിക്ക് എന്ത് ചെയ്യുക, ഈ ഒഫൻസ് ചെയ്ത ഒഫൻഡർ എന്ത് കൊടുക്കുക, കോമ്പൻസേഷൻ കൊടുക്കുക. അങ്ങനെ കോമ്പൻസേഷൻ കൊടുത്താൽ അവിടെ എന്താകും, ഈ പറയുന്ന ഒഫൻഡറിന്റെ കുറ്റം ക്ഷമിക്കും എന്നാണ് പറയുന്നത്. അതായത് എന്താണോ ആരാണോ അതിന്റെ ഇരയായി മാറിയത് ആ വ്യക്തിക്ക് കോമ്പൻസേഷൻ കൊടുക്കുക, എന്നിട്ട് മാപ്പ് അപേക്ഷിച്ചാൽ ആരെ വെറുതെ വിടും, ആ കുറ്റം ചെയ്ത ഒഫൻഡറിനെ വെറുതെ വിടണം എന്നാണ് ഈ എക്സ്പിയേറ്ററി തിയറി പ്രകാരം പണിഷ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവര് പറയുന്നത് അതായത് പണ്ട് കാലത്താണ് ഈ ഒരു തിയറി ഫോളോ ചെയ്തിരുന്നത്. എക്സ്പിയേറ്ററി തിയറി എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യുന്ന ഏൻഷ്യന്റ് ഇന്ത്യയിൽ, അതായത് നമ്മളിപ്പോ ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്താൽ നമ്മൾ മാപ്പ് അപേക്ഷിക്കുകയാണ്, നമ്മൾ പറയുകയാണ് ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ എന്റെ കുറ്റം മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ മാപ്പ് അപേക്ഷിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രം ചൊല്ലിയാൽ പണ്ടത്തെ കാലങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ഇപ്പൊ പള്ളി പോയി വന്ന് കുമ്പസാരിച്ചാലൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ തെറ്റ് പുറത്തു, മാപ്പ് അപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു വിക്ടിം ആയത് ആരാണോ ആ കോമ്പൻസേഷൻ ആ വിക്ടിമിന് കൊടുക്കുക. ഇരയായ വ്യക്തിക്ക് ഈ ഒഫൻസ് ചെയ്ത വ്യക്തി കോമ്പൻസേഷൻ കൊടുക്കുക. അതാണ് പണിഷ്മെന്റിന്റെ ഉദ്ദേശം എന്നാണ് എക്സ്പിയേറ്ററി തിയറി പറയുന്നത്. 5ാമത്തെ തിയറി. ഈ തിയറി പറയുന്നത് എന്താ, ഹെഗലും കോഹ്ലറും ഒക്കെയാണ് ഈ തിയറിയെ സപ്പോർട്ട് ചെയ്ത വക്താക്കളായിട്ട് പറയുന്നത്. കുറച്ച് ജൂറിസ്റ്റുകളായിരുന്നു ഇതിനെ സപ്പോർട്ട് ചെയ്ത്, ഹെഗലും കോഹ്ലറൊക്കെ പോലെയുള്ളവര്. തിയറി ഉദ്ദേശിക്കുന്നതാണ് ഒഫൻഡർ എക്സ്പിയേറ്റ് ചെയ്യാണ്, മാപ്പ് അപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ട് ആ വിക്ടിമിന്, ഇരയായിട്ടുള്ള ആൾക്കെങ്കിൽ ആ ക്രൈം എന്ന് പറയുന്ന അവരുടെ ഫോർഗീവൺ ചെയ്യണം, അതായത് അത് ക്ഷമിച്ചു കൊടുക്കണം എന്നാണ് ഈ തിയറി പ്രകാരം പറയുന്നത്. അപ്പൊ പണിഷ്മെന്റ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം ആ വിക്ടിം ആയിട്ടുള്ള ആൾക്ക് കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ മാപ്പ് അപേക്ഷിച്ചാൽ അയാൾ എന്ത് ചെയ്യും, വെറുതെ വിടുമെന്നാ പറഞ്ഞത്. ഇത് പണ്ട് കാലങ്ങളിലാണ് ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ 5 തിയറീസ് ഓഫ് പണിഷ്മെന്റ് ആണ് പറഞ്ഞത്. ഏതൊക്കെ നമ്മൾ പറഞ്ഞേ, ഫസ്റ്റ് പറഞ്ഞത് ഫസ്റ്റ് പറഞ്ഞ തിയറി എന്ന് പറഞ്ഞാൽ ഡിറ്ററന്റ് തിയറി. ഡിറ്ററന്റ് തിയറി ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നത് പണിഷ്മെന്റ് കൊടുക്കുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ആളുകൾക്ക് ഒരു എക്സാമ്പിൾ ആക്കി കാണിക്കുക, ഒരു മാതൃകയായിട്ട് കാണിക്കുക എന്നുള്ളതാണ്. അതായത് ഇനി അതുപോലെയുള്ള ക്രൈം മറ്റുള്ളവർ ചെയ്യാതിരിക്കാൻ വേണ്ടി അവർക്ക് മാതൃകയാക്കുക. അതുകൊണ്ട് തന്നെ എക്സംപ്ലറി ആയിട്ടുള്ള വളരെ ഹ്യൂജ് ആയിട്ടുള്ള പണിഷ്മെന്റ് ആണ് ഡിറ്ററന്റ് തിയറി പ്രകാരം കൊടുക്കുന്നത്. ഇനി അടുത്ത പറഞ്ഞേതാ, പ്രിവെന്റീവ് തിയറി. പ്രിവെന്റീവ് തിയറി ഉദ്ദേശിക്കുന്നത് ആ വ്യക്തി തന്നെ ഇനി ആ ഒഫൻസ് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പണിഷ്മെന്റ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്നാണ് പ്രിവെന്റീവ് തിയറി പറയുന്നത്. അയാളെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ലൈസൻസ് ഒക്കെ കട്ട് ചെയ്യുന്നത് ഓർത്താൽ മതി. ഇനി മൂന്നാമത് നമ്മൾ പറഞ്ഞത് റിട്രിബ്യൂട്ടീവ് തിയറി. റിട്രിബ്യൂട്ടീവ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണോ അയാൾ ചെയ്ത കുറ്റം തിരിച്ച് അത് തന്നെ പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കണം. കണ്ണെടുത്താൽ കണ്ണ് തിരിച്ചെടുക്കണം, പണിഷ്മെന്റ് ആയിട്ട് കണ്ണ് അയാളുടെ എടുക്കണം. ഇനി ഒരാളുടെ ജീവൻ എടുത്തെങ്കിൽ തിരിച്ച് അയാളുടെയും ജീവൻ തന്നെ എടുക്കണം, അതാണ് പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കേണ്ടത് എന്നാ പറയുന്നത്. വളരെ ഹാർഷ് ആയിട്ടുള്ള പണിഷ്മെന്റ് ആണ്
കൊടുക്കുന്നത് റിട്രിബ്യൂട്ടീവ് തിയറി പ്രകാരം. ഇനി നാലാമത്തെ തിയറി പറയുന്നത് എന്താ? റിഫോർമേറ്റീവ് തിയറി. റിഫോർമേറ്റീവ് തിയറി എന്ന് പറയുന്നത് അയാൾക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം, ക്രൈം ചെയ്ത വ്യക്തിക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അയാളെ നന്നാക്കി എടുക്കാൻ വേണ്ടി, അയാളുടെ ക്യാരക്ടർ റിഫോം ചെയ്തെടുക്കാൻ, നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ റിഫോം ചെയ്തിട്ട് അയാൾക്ക് ഒരു ബെറ്റർ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ ഒരു ഗുഡ് സിറ്റിസൺ ആവാനുമുള്ള ഒരു അവസരം കൊടുക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പരോളും അങ്ങനെയുള്ള പാഠം ചെയ്ത് ക്ഷമിച്ചു വിടുന്നതും പ്രൊബേഷനിൽ അയാളുടെ സെന്റൻസ് കുറയ്ക്കുന്നതും. സെന്റൻസ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ എത്ര നാളാണോ അയാൾ ജയിലിൽ കിടത്തിയത് അത് കുറയ്ക്കുക എന്നുള്ളത്, ജയിൽവാസം അയാളുടെ ചുരുക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ. പിന്നെ അതോടൊപ്പം തന്നെ അഞ്ചാമത് പറഞ്ഞതാണ് എക്സ്പിയേറ്ററി തിയറി. എക്സ്പിയേറ്ററി തിയറി എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ഫോളോ ചെയ്തിരുന്ന ഒരു തിയറിയാണ്. ഈ തിയറിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അതിൽ ആരാണോ ഇരയായത് ആ വ്യക്തിക്ക് കോമ്പൻസേഷൻ കൊടുക്കുക, ഈ തെറ്റ് ചെയ്ത വ്യക്തി, അതോടൊപ്പം തന്നെ അവർ മാപ്പ് അപേക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ അതാണ് പണിഷ്മെന്റ് കൊടുക്കേണ്ടത്, അതാണ് പണിഷ്മെന്റ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്നാണ് എക്സ്പിയേറ്ററി തിയറി പറഞ്ഞത്. അപ്പൊ ഈ 5 തിയറീസിലെ ഒരു മിക്സഡ് ആണ് എന്ത് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത്. എന്നാലും കൂടുതലും ഇന്ത്യയിൽ ഏതാണ് ഫോളോ ചെയ്യുന്നത്? റിഫോർമേറ്റീവ് തിയറിയാണ്. ഒരാളെ നന്നാക്കി എടുക്കുക, അല്ലെങ്കിൽ അവർക്കൊരു പുതിയ അവസരം കൊടുക്കുക, ഇനി ഒരു നല്ല ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ, നല്ല സിറ്റിസൺ ആവാൻ എന്നുള്ള ഒരു ഫോം ഓഫ് പണിഷ്മെന്റ് ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോക്കിയത് 5 തിയറീസ് ഓഫ് പണിഷ്മെന്റ് ആയിരുന്നു. എന്തൊക്കെയാണ് പണിഷ്മെന്റിന്റെ 5 തിയറീസ് എന്ന്. അപ്പൊ ഈ 5 തിയറീസ് പണിഷ്മെന്റിന്റെ ഓർത്ത് വെക്കുക. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് പണിഷ്മെന്റുകൾ ഏതൊക്കെ ഉണ്ടെന്നാ, എന്തെല്ലാം തരത്തിലുള്ള പണിഷ്മെന്റുകൾ ഉണ്ട് എന്നാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പൊ ഇതുവരെയുള്ള ക്ലാസ്സസ് കണ്ടിട്ടില്ലാത്തവരെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.